ഞാൻ കഴിഞ്ഞ 25 വർഷമായി നടത്തിവരുന്ന വിദ്യാഭ്യാസ സഹായ പദ്ധതിയുടെ 26ാമത്തെ വർഷമായിരുന്നു ഇത്. എനിക്ക് വലിയ അഭിമാനബോധമുണ്ട്. കാരണം കഴിഞ്ഞ 25 വർഷം തുടർച്ചയായിട്ട് ഞങ്ങളുടെ പ്രദേശത്തുള്ള 2-3 വാർഡുകളിലെ മുഴുവൻ കുഞ്ഞുങ്ങൾക്കും വിദ്യാഭ്യാസ സഹായ പദ്ധതിയിൽ അവർക്ക് എല്ലാവിധമായ സഹായം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആവശ്യമായ ഒരു വിദ്യാഭ്യാസ സമയം തുടങ്ങുമ്പോൾ ആവശ്യമായ പഠനോപകരണങ്ങളെല്ലാം അവർ കൊടുക്കുകയാണ്. മറ്റ് സഹായങ്ങൾ കൊടുക്കും. ഗുരുതരമായ രോഗം ബാധിച്ച മാതാപിതാക്കളുള്ള കുടുംബങ്ങൾ അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള കുടുംബങ്ങളുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വിദ്യാഭ്യാസം എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വലിയ ചെലവേറിയ ഒരു പദ്ധതിയായി മാറിയിരിക്കുകയാണ്. ഒരു പ്ലേ സ്കൂളിൽ തുടങ്ങി അവൻ്റെ ഗവേഷണ തലം വരെ എത്തുമ്പോഴേക്കും ലക്ഷക്കണക്കിന് രൂപ ആ ഒരു കുഞ്ഞിന് ആവശ്യമുള്ളത് നമുക്കറിയാം. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് തുടക്കം കുറിക്കാൻ ഒരു കാരണമുണ്ട്. ഞാൻ ഒരു കോളേജ് വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് കോളേജ് യൂണിയൻ ചെയർമാനായും KSUവിൻ്റെ പ്രവർത്തകനായിരുന്ന സമയത്താണ് ഇത് തുടക്കം കുറിക്കുന്നത്. അന്ന് എൻ്റെ അടുത്ത് ഒരു രക്ഷകർത്താവ് വന്ന് പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് സ്കൂളിൽ പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. ഞാൻ ചോദിച്ചു എന്താണ് ചോദിച്ചപ്പോൾ ഞാൻ പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ടില്ല, ബുക്കുകൾ വാങ്ങിച്ചിട്ടില്ല. അതെൻ്റെ മനസ്സിൽ വലിയ വേദന ഉളവാക്കി. കാരണം ആ കാലഘട്ടത്തിൽ എന്ന് പറയുന്ന 26 വർഷം മുമ്പെന്ന് പറയുമ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പം അങ്ങനെ അത് മനസ്സിൽ തട്ടി. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് നമുക്ക് എന്തെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന നിലയിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായി എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് കുറച്ച് ഒരു 10, 15, 20 കുട്ടികൾക്ക്, കുടുംബങ്ങളിലെ കുട്ടികൾക്ക് കുറച്ച് ബുക്കും പേനയും പെൻസിലും മറ്റുള്ള കാര്യങ്ങളും സ്കെയിലും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് തുടങ്ങിയത്. പക്ഷെ ശേഷം എനിക്ക് തോന്നി ഇത് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ്. പലരും പലപ്പോഴും നമ്മളോട് ഇത് പറയാൻ മടിക്കുകയാണ്. കാരണം സാമ്പത്തികമില്ല, അല്ലെങ്കിൽ കുഞ്ഞിനെ സ്കൂളിൽ വിടാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുകയാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി അവരെ സഹായിക്കുക എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകന്റെ കർത്തവ്യവും കടമയും ആയതുകൊണ്ടാണ് ഈ പദ്ധതി തുടങ്ങിയത്. അതിപ്പോൾ ഏകദേശം 400ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ കൊടുക്കുന്ന തലത്തിലേക്ക് വളർന്നു. കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും ധാരാളം ആളുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ എല്ലാം പൂർണ്ണമായ ഒരു സഹകരണവും പിന്തുണയും കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളതുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം എനിക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ സമൂഹത്തിൽ ശ്രദ്ധിക്കേണ്ടത് വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസത്തിന് പരിപൂർണമായ ഒരു സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളത് എല്ലാ പൊതുപ്രവർത്തകരുടെയും കർത്തവ്യമാണ്. അപ്പം അത് ചെയ്തു കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. വരും കാലങ്ങളിലും കഴിയുന്നത്ര കാലത്തോളം ഇത് ചെയ്യണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. അതിന് ഒരുപാട് നല്ല മനസ്സുള്ള ആളുകൾ സഹകരിക്കുന്നുണ്ട്. വ്യാപാരികളെ, വിവിധ സംഘടനകളുടെ പ്രവർത്തകർ, അങ്ങനെ പല ആളുകളും സഹായിക്കുന്നുകൊണ്ടാണ് ഇത് നടത്തുവാൻ കഴിയുന്നത്. പ്രമുഖരായ വ്യക്തികളെല്ലാം ഈ പരിപാടികളിൽ പങ്കെടുത്ത് ആശംസകൾ നേരുകയും ഉദ്ഘാടനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ തവണ ആന്റോ ആന്റണി ആയിരുന്നു. കഴിഞ്ഞ തവണ നമ്മുടെ തുമ്പവൺ ഓർത്തഡോക്സ് സഭയുടെ തുമ്പവൺ ഭദ്രാസനാധിപൻ സറാഫിൻ തിരുമേനിയാണ്, അഭിവന്ദ്യ സറാഫിൻ തിരുമേനിയാണ് കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ പല വ്യക്തികളും ഇത് വന്ന് ഉദ്ഘാടനം ചെയ്യുകയും അവരുടെ ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു. നല്ലൊരു പദ്ധതിയായി കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. എനിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഈ നാട്ടിലെ ജനങ്ങൾ നൽകുന്ന സഹകരണം എന്ന് പറയുന്നത് അവർ മനസ്സ് നിറഞ്ഞുള്ള സഹകരണമാണ് നൽകുന്നത്. ആ സഹകരണത്തിന് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ജഗദീശന്റെയും ഈ നാട്ടിലെ ജനങ്ങളുടെയും അനുഗ്രഹം എനിക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.